കലാജീവിതത്തിൽ 60 വർഷം തികയുന്ന സമയത്ത് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എനിക്ക് വേണ്ടി ഒരു ഗുരുവന്ദനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയോ വർഷം മുമ്പ് എല്ലാവർക്കും നല്ല പ്രായമുണ്ട്, എന്നാലും അവർ വളരെ സന്തോഷത്തോടു കൂടി എന്നെ ആദരിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഉള്ളൊരു മീറ്റിംഗ് നടത്താൻ പോകുന്നത്. ശ്യാമളം 2024 എന്ന ഈ കൂട്ടായ്മ ആരുടെ ബ്രെയിൻ ചൈൽഡാണെന്ന് ചോദിച്ചാൽ ആദ്യം ശ്യാമളിച്ചിയുടെ ബ്രദർ അജിത്തിൻ്റെ ബ്രെയിനിൽ ഉദിച്ച ഒരു ആശയമാണ്. അപ്പോൾ പിന്നെ അതൊരു ഗ്രൂപ്പായി ഫോം ചെയ്ത് ഒരു 4 മാസമായിട്ടുണ്ടാവും. ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിൽ നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് ഏതായാലും നമ്മളെ ശ്യാമളേച്ചിനെ ഒന്ന് ആദരിച്ച് കളയാം. അപ്പോൾ ഒരു ഗുരു എന്നതിലുപരി നമുക്കൊരു മൂത്ത ജ്യേഷ്ഠത്തി എന്നുള്ള ആ ഒരു സ്ഥാനവും കൂടി ഉള്ളത്. അതാണ് നമ്മൾ സംബോധന ശ്യാമളേച്ചി എന്ന് വിളിക്കുന്നതിൻ്റെ. എനിക്കൊന്ന് ഞാനായിരിക്കും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ്. ഐ എം 63 നൗ. ഞാൻ ചിന്മയ വിദ്യാലയയിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ജോലി ചെയ്ത് വിരമിച്ചതാണ്. അപ്പോൾ എനിക്ക് നൃത്തം തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വേദനയാണ്. എന്നാലും സ്കൂളിൽ കുട്ടികളെ ഒപ്പം അതിന് ഓർഗനൈസ് ചെയ്യാനും പിന്നെ അത്യാവശ്യം കമ്പോസ് ചെയ്യാനും എല്ലാം സഹായിച്ചത് തന്നെ ആ ഒരു നൃത്തത്തോടുള്ള ഒരു അഭിനിവേശം ശ്യാമളേച്ചിയിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ്. പിന്നെ നൃത്തം ഒരു എന്താ പറയുക ജീവിത ശൈലിയായിട്ട് ഒരുപാട് നൃത്തം ആസ്വദിക്കാനൊക്കെ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ ആണ്. അപ്പം നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചത് തൻ്റെ ഹെൽത്തും കൂടി അവഗണിച്ചു കൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തായ ആശയാണ് ദുബായിൽ നിന്ന് അതിന് ചുക്കാൻ പിടിച്ചതെന്ന് വേണമെങ്കിൽ തന്നെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത് ഇത്രയിടം വരെ എത്തി. നാളെ അത് പൂർത്തീകരിക്കാൻ പോകുന്നു. വളരെ സന്തോഷം. ഞാൻ മായ ഗോപിനാഥ്, പണ്ട് മായ സത്യനാഥാണ്. ആ പേരിലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിത്തരാൻ കാരണം തന്നെ ഈ നൃത്ത പഠനവും തുടർന്ന് കിട്ടിയ ഒരുപാട് നൃത്തവേദികൾ തന്നെയാണ്. ഇപ്പം ഹൗസ് വൈഫ് പ്ലസ് ഒരു റിട്ടയർഡ് ടീച്ചറായിട്ട് ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ നല്ലൊരു ഉണർവാണ് ഇപ്പം കിട്ടിയത് ഈ കൂട്ടായ്മയിലൂടെ. വളരെ സന്തോഷം. ഇത് നന്നായി നടക്കട്ടെ. ഡിഗ്നിറ്ററീസ് എല്ലാം ശ്യാമളേച്ചിയായിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. ക്ഷണിക്കപ്പെട്ടവരൊക്കെ നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ടീച്ചറെ പറ്റി പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 8 വയസ്സ് മുതൽക്ക് ഒരുപാട് വർഷം ടീച്ചറുടെ ശിഷ്യയാണോ മകളാണോ സഹോദരിയാണോ ഒന്നും അറിയാത്തൊരു, അങ്ങനെ ഒന്നും വേർതിരിച്ച് പറയാൻ പറ്റാത്തൊരു ബന്ധമാണ് ടീച്ചറുടെ അടുത്ത്. അപ്പോൾ ടീച്ചർക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നതാണ്. ഒരുപാട് ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാളെ ഒരു ഐറ്റം പെർഫോം ചെയ്യുന്നുണ്ട്. അത് ടീച്ചർക്കാണ് അത് നിർബന്ധം ഉണ്ടായിരുന്നത് എന്തായാലും ചെയ്യണം എന്നുള്ളത്. പിന്നെ ടീച്ചർ കാരനാണ് എൻ്റെ KT ഉഷ എന്നായിരുന്നു അന്നത്തെ പേര്. അന്ന് നാടോടി നൃത്തത്തിന് ടീച്ചർ മാതിരി ഒരു എന്താ പറയുക ഒരു പിന്നെ തലതൊട്ടമ്മ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ടീച്ചറാണ്. ശ്യാമള ടീച്ചർ അടുത്താണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു അന്ന് എല്ലാവർക്കും അത് അറിയായിരുന്നു. അതൊരു എന്താ പറയുക ഒരു പ്രൂവൺ ഇതായിരുന്നു, ഫാക്റ്റായിരുന്നു അത്. അന്ന് എല്ലാവരും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ പേരിന് മുന്നിൽ ആക്ച്വലി ആദ്യം ശ്യാമള ടീച്ചറുടെ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ എല്ലാവർക്കും അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് വർഷം, ഒരു 6 വർഷം തുടർച്ചയായിട്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം നേടി എന്നുള്ള ഒരു റെക്കോർഡ് എൻ്റെ പേരിലുണ്ട് നാടോടി നൃത്തത്തിന്. അതൊരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ടീച്ചറിൻ്റെ ഒരുപാട് എഫേർട്സാണ്. അതിൻ്റെ പിന്നിൽ ഒരു നിരന്തര പരിശ്രമമാണ്. അത് സ്റ്റേജിലേക്ക് കയറുന്ന മുന്നേ വരേക്കും ടീച്ചർ അതിൻ്റെ ഇങ്ങനെ ചെയ്യണം മോളെ അങ്ങനെ ചെയ്യണം മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് വാത്സല്യത്തോടെ ടീച്ചർ എന്നെ നയിച്ചിട്ടുണ്ട്. ഒരു മാർഗദർശിയായിരുന്നു എൻ്റെ കലാജീവിതത്തിൽ. ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിത്വം അത്
അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ഞങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും അത് തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ടീച്ചർ അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും ഒരേപോലെ. അപ്പോൾ ടീച്ചർക്ക് ഇത് ഞങ്ങൾ ടീച്ചറുടെ കൂടെ ടീച്ചർ ഒരു തറവാട്ടമ്മയായിട്ട് ഞങ്ങളെല്ലാവരും കൂടിച്ചേരുന്ന ഒരു കുടുംബ സംഗമം, അതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ശരിയായ അർത്ഥത്തിൽ. അത് നാളെ അതിന് പൂർത്തീകരണം ആവാൻ പോവാണ്. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്ന്. ടീച്ചർക്ക്, ശ്യാമള ടീച്ചർക്ക് ഇത് ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹസമർപ്പണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യകാല മാധ്യമപ്രവർത്തകർക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ശ്യാമൾ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ട് കലാതിലകവും കലാപ്രതിഭയും സമ്മാനിച്ച ഒരു ഗുരുവായിരുന്നു. ആ കാലഘട്ടങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ ടീച്ചറുടെ ഫോട്ടോവും റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിനുശേഷം നിറഞ്ഞു നിന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത് പറയേണ്ടത് കെ ടി ഉഷയാണ്. രണ്ടാമത് പ്രശാന്ത് വി കെ, അദ്ദേഹം ഇവിടെ ഇന്ന് എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട കൈതപ്പുറം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് പ്രശസ്ത, അതായത് സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് ജേതാവായ ഡോക്ടർ സുമിത നായരുടെ ക്ലാസ്സോടുകൂടി അവരുടെ ഒപ്പം തന്നെ ശിഷ്യകളുടെ പരിചയപ്പെടുത്തലോടുകൂടി പരിപാടി ആരംഭിക്കും. അതിനുശേഷം 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ടീച്ചറെ ഔപചാരികമായിട്ട് ആദരിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സ്നേഹപൂർവ്വം ആ പരിപാടിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആശ രാഘവൻ എന്നാണ് പറയുന്നത്. ഇപ്പം ആശ പ്രകാശ് കല്യാണം കഴിച്ച് ഇപ്പോൾ മോളെ കൂടെ ദുബായിലുള്ളത്. പിന്നെ ശ്യാമളേച്ചി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു സ്വന്തം അമ്മേൻ്റെ മാതിരിയാണ്. പിന്നെ എന്താ പറയുക, ചെറുപ്പനാൾ മുതൽ ഒരു 2 വയസ്സ് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ശ്യാമളേച്ചീൻ്റെ അടുത്ത് അത്ര അടുപ്പമുള്ളതാണ്. എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്താ പറയുക, ശ്യാമളേച്ചിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുന്ന അമ്മ ടീച്ചറായിരുന്നു, സ്കൂളിൽ മാഹി സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പം നമ്മളൊരു കുടുംബം മാതിരിയാണ് മുന്നോട്ടേക്ക് പോയത് ആ സമയത്തെല്ലാം. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കലാജീവിതത്തിൽ ശ്യാമളേച്ചി എനിക്ക് തന്ന ഒരു പേര് അങ്ങേയറ്റാണ്. എന്താണെന്ന് വെച്ചാൽ എന്ത് ഫങ്ഷന് പോയി കഴിഞ്ഞാലും പറയും ഇത് ശ്യാമള ടീച്ചറെ സ്റ്റുഡൻ്റ് അല്ലേ, ശ്യാമള ടീച്ചറല്ലേ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പം എനിക്ക് പറയാനൊന്നും വാക്കുകളില്ല. ഏതായാലും ഈ ശ്യാമളം 2024 അങ്ങേയറ്റം എന്താ പറയുക ആശംസകൾ നേർന്നുകൊണ്ട്. ഓക്കെ, താങ്ക് യു. സ്പെഷ്യൽ കാര്യം, അതായത് ഇപ്പോഴത്തെ കലയായിട്ട് ബന്ധപ്പെട്ട കുട്ടികളും ടീച്ചേഴ്സും എല്ലാം പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ശ്യാമളേച്ചി. ഹെൽത്തി കോമ്പറ്റീഷൻ പോയിട്ട് വിന്നറായി വരൂ എന്നല്ല പറയുക, നന്നായി പെർഫോം ചെയ്ത് വരൂ. നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. ആ ഒരു സുന്ദരമായ അനുഭൂതി ഇപ്പോൾ കുട്ടികളുടെ മനസ്സിലില്ല എന്ന് വളരെ വ്യസനത്തോടെ ആലോചിക്കുകയാണ്.